നമസ്കാരം ടീച്ചർ. നമസ്കാരം. കുട്ടി ഇരിക്കൂ. സക്രിയ വന്നില്ലേ? പിറകെ വരും. ഞാൻ നേരത്തെ പോന്നു. ടീച്ചറോട് സംസാരിച്ചിരിക്കാമല്ലോ. ഈ നാട്ടിൽ മിണ്ടാനും പറയാനും ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് തോന്നിയത് ടീച്ചറെ കണ്ടപ്പോഴാണ്. സന്തോഷം. എനിക്കും സംസാരിച്ചിരിക്കാൻ വളരെ ഇഷ്ടമാണ്. കുട്ടിയെപ്പോലെ ചുണയുള്ളവരാണെങ്കിൽ ഏറെ തൃപ്തി. ടീച്ചറിന് സ്കൂളിൽ പോയില്ലേ? എന്താ ടീച്ചർ? കുട്ടി പുറംനാട്ടിൽ തങ്ങിയത് കുറെ ഏറിപ്പോയി തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച സ്കൂളില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ഓ, ഐ എം സോറി. പക്ഷെ ഒന്നുണ്ട്, ഞാൻ പുറം നാട്ടിൽ അധികം കഴിഞ്ഞതിന്റെ ചില ദൂഷ്യങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷേ ടീച്ചറുടെ ഈ വാദ്യാര് പണിക്കും ഉണ്ട് കുറെ കുഴപ്പങ്ങൾ. എന്താ അത്? കാണുന്നവരെയൊക്കെ കുട്ടിയെന്ന് വിളിക്കുന്ന ശീലം. കല്യാണം കഴിച്ചില്ലേലും അത് കഴിക്കാനും കഴിച്ചാലാവുന്നത്ര വേഗത്തിൽ ഒരു അച്ഛനാകാനുമുള്ള പ്രായം എനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എന്റെ മുഖത്ത് നോക്കി കുട്ടിയെന്ന് വിളിക്കാന്ന് വെച്ചാൽ എന്റെ പഴക്കം അതാണ്. പക്ഷേ ജോസഫിന് പ്രയാസമാണെങ്കിൽ ഇനി അങ്ങനെ വിളിക്കില്ല. ടീച്ചർ എന്നെ ജോസഫ് എന്ന് വിളിക്കൂ, അതാണ് എനിക്കിഷ്ടം. സമ്മതിച്ചിരിക്കുന്നു. ആ, ഇനി വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. എന്താണ് കലിക എന്നാൽ അർത്ഥം? പൂമട്ടെന്ന്. ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ പേരിങ്ങനെ മാറ്റിയതാണ്. എന്താ കാര്യം? പക്ഷെ ആ പേര് ടീച്ചറിന് തീരെ ചേർന്നതല്ല. കാരണം? ടീച്ചർ പൂമട്ടും. നോ, അധികമായി വികസിച്ച അതിമനോഹരമായ ഒരു വർണ്ണപുഷ്പം. അതാണ് ടീച്ചർ. എങ്ങനെയുണ്ട് ടീച്ചർ എന്റെ ഭാവന? ടീച്ചർ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഉള്ളിലുള്ളത് ഞാൻ തുറന്നു പറയും. നമസ്കാരം ടീച്ചർ. ഞാൻ ലേശം വൈകി. സാരമില്ല. ടീച്ചർ ഈ പത്രപ്രവർത്തകന്റെ ലാത്തിടിയേറ്റ് ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ. ഹേയ്, ജോസഫിന്റെ സംസാരം എത്ര ദീർഘിച്ചാലും രസമാണ്. ആ, ദാ തർജിമ. എല്ലാ ഉച്ചാരണങ്ങളും ശരിപ്പെടുത്തി 2 ലിപിയിലും വെവ്വേറെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലും ദേവനാഗരിയിലും. ശ്രദ്ധിച്ചു വേണം, മന്ത്രം പിഴയ്ക്കരുത്. വളരെ ഉപകാരം ടീച്ചർ. എന്റെ അപ്പച്ചന് വലിയ സന്തോഷമായിരിക്കും. ഇനി ആ ഒറിജിനൽ കൂടി ഒന്ന് കിട്ടിയാൽ. അയ്യോ, അത് വേണ്ടിവരും തോന്നിയില്ല. ഞാൻ എവിടെയോ മറന്നു വെച്ചു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തേടിയെടുത്ത് തരാം. ഓ, ധൃതിയില്ല, പിന്നീടായാലും മതി. എന്നാ ഇറങ്ങട്ടെ. ജോസഫും പോവാണോ? എന്താ ടീച്ചറിന് വല്ല പ്രത്യേക കാര്യവും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ചോദിച്ചെന്നേ ഉള്ളൂ. ടീച്ചറിന്റെ കമ്പനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കേട്ടതറിയാം. എന്തൊരു രസീതിയാണെന്നോ ടീച്ചർ. കഴിയുമെങ്കിൽ ഇനി എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ വരാൻ നോക്കാം. എന്നാ ഇറങ്ങട്ടെ. ഈ ജോസഫ് ഒന്ന് മനസ്സ് വെച്ചാൽ പലതും നടക്കുവിക്കാക്ക. ടീച്ചറുടെ കുട്ടിവിളി ഇന്ന് ഞാൻ നിർത്തിയല്ലോ. അങ്ങനെ പലതും നിർത്തി നിർത്തി ടീച്ചറെ ഞാൻ എന്റെ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ എനിക്ക് വിശ്വാസം വരുന്നില്ല ജോസഫ്. ഇക്കാക്ക വിശ്വസിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ടീച്ചറിന് എന്നെ ഇപ്പോഴേ ഇഷ്ടമായിരിക്കും. അതെങ്ങനെ നിനക്കറിയാം? സത്യത്തിൽ എന്നോട് കുറച്ചു നേരം കൂടി ഇരുന്ന് ഒന്ന് ലാവിഷായി சொல்லണമെന്ന് ടീച്ചർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ കറിയാറ്റം സമ്മതിക്കണ്ടേ? സദൻ, ഇവനെന്താ ഇങ്ങനെ ഈ തൈക്കളവിമാരോട് ഇത്ര കമ്പം? തൈക്കളവിയോ? ഇക്കാക്കൊന്ന് കണ്ടു നോക്ക്. ഷീ ഈസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദി ഗ്രേറ്റസ്റ്റ്. ഇക്കാക്ക വരൂ, ചൂടുവെള്ളം തയ്യാറായി, കുഴമ്പ് വെക്കണ്ടേ? ജോസഫ്, നിന്നെ ഉപദേശിക്കുകയാണെന്നൊന്നും കരുതരുത്. എടുത്തുചാട്ടൊന്നും വേണ്ട. തുടങ്ങിയല്ലോ പുരാണം. ആരാടാക്കറിയാ ഇവിടെ എടുത്തുചാടിയത്? സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് നിന്നറിയാം. നീ ഒരു ധൃതിക്കാരനാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടാൽ പിന്നെ നിനക്ക് കണ്ണു കാണില്ല. ഒരു പരിചയമില്ലാത്ത നാട്ടിലെ കാണാൻ തെറ്റില്ലാത്തൊരു സ്ത്രീ കാണിക്കുന്ന താല്പര്യം അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. കാരണം എനിക്ക് ആ സ്ത്രീയെ ഇനിയും മനസ്സിലായിട്ടില്ല. എന്നാൽ എനിക്ക് മനസ്സിലായി. സാഹചര്യം കൊണ്ട് അവിവാഹിതയായ ഒരു സുന്ദരി. ഉള്ളിൽ ചെറുപ്പത്തിലെ ആവശ്യത്തിലേറെ ആഗ്രഹങ്ങൾ. ടീച്ചറായി പോയത് കൊണ്ട് തുറന്നു പറയാനുള്ള ദുരഭിമാനം. അത് മനസ്സിലാക്കി അടുത്തു കൂടുന്നവർക്ക് സ്വാഗതം. എന്നെ പോലുള്ള സ്മാർട്ട് പയ്യൻസിനെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. നീ പോയി വല്ല മന്ത്രവും പൂജയൊക്കെ നടത്തിയാട്ടെ. ചെല്ല് ചെല്ല് ചെല്ല്. ചേടാ നാശമേ, ഈ പട്ടിക്കാട്ടിലൊന്ന് സൊള്ളാൻ ഒരു ചാൻസ് കിട്ടിയാൽ അതിന് മറ്റുള്ളവന്മാർക്ക് കണ്ണുകടി. അസൂയേ, നിന്റെ പേരോ സക്കറിയ? ഈ കുഴമ്പ് തേച്ചു തുടങ്ങി പിന്നെ
വല്ല കുറവും തോന്നുന്നുണ്ടോ ഇക്കാക്ക? നടുവേദനയ്ക്ക് കുറവുണ്ട്. അതുകൊണ്ടാണ് തുടരാമെന്ന് വിചാരിച്ചത്. ഈ വൈദ്യര് പേരുകേട്ട ആളാ. എന്റെ കുട്ടിക്കാലം പോലെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. വാസു വരുന്നുണ്ടല്ലോ. എന്താ വാസു, എന്നൊരു അല്പം മിനിങ്ങി പോകുന്നുണ്ടല്ലോ. സ്വൽപ്പം. അത് പിന്നെ അതില്ലേല് പിന്നെ എന്തോന്നാ. ഇന്ന് പിന്നെ വേറെ സന്തോഷ വർത്തമാനം ഉണ്ട്. എന്താ അത് പറയാനെ കൊണ്ടാ ഞാൻ വന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ വാസൂട്ടമി നടത്തിയാലും കൊച്ചുങ്ങളുണ്ടാവുമെന്ന്. ഇപ്പൊ ശരിയായേ ഗോവതിക്ക് വയറ്റിലുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഊണ് ഇന്നെന്റെ വീട്ടിലാണ്. ഊണിന് വിളിച്ചാ പോരാ, ഞങ്ങളൊക്കെ നല്ലപോലെ ശാപ്പാടിക്കുന്ന കൂട്ടത്തിലാ. എന്തൊക്കെയുണ്ട് വിഭവങ്ങള്? അത് പിന്നെ ഗോവതിക്ക് അറിഞ്ഞൂടായോ? 3 കോഴിയാ പൊരിച്ചിരിക്കുന്നത്. ഔസേപ്പ് സാറിന് കോഴിയെ ഇഷ്ടമാണെന്ന് അവക്കറിയാം. ഔസേപ്പ് കുഞ്ഞിനോട് എന്ത് സ്നേഹമാണെന്നോ. സ്വന്തം മോനാന്നാ വിചാരം. അങ്ങനെ ആന്നേ, ചെറുപ്പക്കാര് പിള്ളേരെന്ന് പറഞ്ഞ അവക്ക് ജീവനാ. മടി കയറ്റി ഇരുത്തത്തില്ലാന്നേ ഉള്ളൂ. ആ മക്കളില്ലാഞ്ഞിട്ടാ. എന്നാ വാസു പോയി ജോസഫിനോട് വരാൻ പറ, ഞങ്ങൾ എന്തായാലും എത്തും. ടീച്ചറില്ലടാ അവിടെ? എന്താ ഇത്? ഞാൻ പോരുമ്പോ ഒരു കറുത്ത പട്ടി. ഹൊറിബിൾ. ഞാൻ കൊന്നു. ടീച്ചറിന്റെ അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ ഒന്ന് കുളിക്കാൻ പോവാ. ഈ പടുതി കയറി ചെന്നാ ഇക്കാക്ക കൊല്ലും. എന്താ ജോസഫ് ഇത്? എന്താ ടീച്ചർ? രാത്രിയിൽ കുളിമുറിയിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ആൾക്കാരോട് പോകാൻ പറയണം. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യും. ആൾക്കാർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാറ്. എന്താ ടീച്ചർ നെറ്റിയിൽ ഒരു മുറിവ്? ചോര പൊടിഞ്ഞു നിൽക്കുന്നു. ഓ, കഥകൾ നേരത്തെ മുട്ടിയതാണ്. മുറിയുമെന്ന് കരുതിയില്ല. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ തല്ലിക്കൊന്നത് പട്ടിയെ, മുറിവ് ടീച്ചറിന് പോകും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. നിങ്ങളെന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത്? തല്ലിയത് ഞാനാണ്. പട്ടി പിടഞ്ഞു മരിച്ചത് എന്റെ മുമ്പിൽ വെച്ച. വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇക്കാക്ക, അവൻ പറഞ്ഞത് നേരാണെങ്കിൽ സൂക്ഷിക്കണം. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയണം. എന്റെ മന്ത്രങ്ങൾ പിഴയ്ക്കുന്നു എന്ന് സംശയം. അതിന് ഞാനും സദനും കൂടി അവനെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇക്കാക്ക ഇവിടെ ഇരുന്നാ മതി. വരൂ സദൻ. ഇവിടെ വെച്ചാണ് അവന്റെ നേർക്ക് ചാടി വന്നത്. തോക്കുകൊണ്ട് ഞാനാണ് അവനെ അടിച്ചു കൊണ്ടത്. എന്നിട്ട് പട്ടി എവിടെ? പട്ടി ഇവിടെയാണ് കിടന്നിരുന്നത്. പക്ഷേ ആ മാടോ സദൻ, നമുക്ക് പോവാം. നീ കണ്ടവരം കുടിച്ചിരുന്നല്ലേ? പക്ഷെ ഇത് ഞാൻ കുടിച്ചിട്ട് പറയുന്നതല്ല. പിന്നെ പട്ടി എവിടെ ജോസഫ്? പറന്നുപോയോ? താ മാടോ സദൻ. ജോസഫ് വരുന്നില്ലേ? ഞാൻ വന്നോളാം.
ടീച്ചർ ഉറങ്ങിയില്ല. ജോസഫ് ഈ സമയത്ത് പട്ടിയെ കാണുന്നില്ല ടീച്ചർ. അതിന് ഇങ്ങോട്ട് പോന്നത്? അവിടെ നിന്നാരോ ഇങ്ങോട്ട് നടന്നെടുത്ത കാൽപ്പാടുകൾ. ജോസഫ് എന്ന് തുടങ്ങി സിയേരി പണി. പട്ടി ആരിങ്ങോട്ട് കൊണ്ടുവരാനാണ്? എന്തിനു കൊണ്ടുവരാനാണ്? അവരെല്ലാം എന്നെ കളിയാക്കി. ഞാൻ വീമ്പ് പറഞ്ഞെന്നാണ് അവർ പറഞ്ഞത്. ഞാനത് കണ്ടുപിടിക്കും. എന്റെ കൈ കൊണ്ടാണ് പട്ടി പിടഞ്ഞു മരിച്ചത്. ഞാനത് കണ്ടവൻ. അതിനിടയിൽ ജോസഫ് തല്ലിയത് നേരായിരിക്കും. പട്ടി ചത്തെന്ന് ജോസഫിന് തോന്നിയതാവും. പട്ടിക്ക് പിന്നെ എഴുന്നേറ്റ് പോവാൻ പാടില്ലെന്നുണ്ടോ? ജോസഫിന്റെ ഓരോ കിറുക്ക്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നോ, ഞാനത് കണ്ടുപിടിക്കും. കലിക ടീച്ചർ നിന്നോട് പറഞ്ഞോ ഫോട്ടോ എടുക്കണമെന്ന്? നോ, ഞാൻ നിർബന്ധിച്ചു, അവർ സമ്മതിച്ചു. എന്താ പിടിയാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇക്കാക്ക, കലിക ടീച്ചർ. കറിയ മന്ത്രപ്പുരം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങട്ടെ, അല്ലെ അവൻകൊരു ഉടക്കും. ആട്ടെ, ടീച്ചർ അടുക്കുന്നുണ്ടോ? അടുത്ത് കഴിഞ്ഞു ഇക്കാക്ക. ഇനി കൂട്ടിമുട്ടുകയേ വേണ്ടു. ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഏത് പെണ്ണിനെയും മലത്തുന്നത്. ഇനി ഞാൻ പോയി വന്നിട്ട് പറയാം. കേട്ടോ ടീച്ചർ, എനിക്കാകെ 2 ഹോബിയും. ഒന്ന് സൗന്ദര്യമുള്ള സംഗതികളെ ക്യാമറയിൽ പകർത്തും, പിന്നെ ഹണ്ടിങ്, പിന്നെ ഈ സ്മോക്കിംഗ്. എന്തിനാണ് ഈ ചെറുപ്രായത്തിൽ ശരീരം ഇങ്ങനെ കേടാക്കി കളയുന്നത്? ഞാൻ എന്തിനാണ് ടീച്ചർ വലിക്കാതിരിക്കുന്നത്? ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരും അരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ആരുമില്ല. ഓർമ്മ വെച്ച നാളിൽ അനാഥാലയം. പിന്നെ സദന്റെ കൂടെ പഠിക്കുമ്പോഴും ഞാൻ ആർക്കും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ കുടിച്ചു. എന്നോട് ആരും പറഞ്ഞില്ല കുടിക്കരുത്. ജോസഫ് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കൂട്ടത്തിലാണ്. അതാണോ ടീച്ചർ 48 മണിക്കൂറും പൂജ ചെയ്യുന്നത്? തീർച്ചയായും. ജോസഫ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പൂജ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഏകാഗ്രത ഉണ്ടാവും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അത് ആവശ്യവുമാണ്. ടീച്ചർ തെറ്റിദ്ധരിക്കരുത്. ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? ടീച്ചറിന് ബന്ധുക്കളാരുമില്ലേ? ജോസഫിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. അത് ചോദിക്കുന്നത് തന്നെ മനസ്സിന് നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ്. എന്തിനാണ് ടീച്ചറെ നമ്മുടെ പാവം പിടിച്ച മനസ്സിനെയൊക്കെ പിടിച്ച് നിയന്ത്രിക്കാൻ പോകുന്നത്? ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. എന്റെ മനസ്സ് എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. എന്റെ മനസ്സിന് ഞാനല്ലാതെ പിന്നെ ആരാണ് വാങ്ങിച്ചു കൊടുക്കുക? അത് ശരിയല്ല ജോസഫ്. മനസ്സ് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവർക്ക് കൂടി ശരിയാണെന്ന് തോന്നണ്ടേ? ആരാണ് ടീച്ചർ ഈ മറ്റുള്ളവർ? ഞാൻ എന്റെ മനസ്സിന്റെ കാര്യം മാത്രം നോക്കൂ. ഞാൻ ഇവിടെ വരും. ഇവിടെ വരുന്ന എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വരുന്ന ടീച്ചർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഏത് പിന്നെ ആരെന്ത് വേണമെങ്കിൽ പറയട്ടെ. ആ, ജോസഫ് കാപ്പി കുടിച്ചില്ലല്ലോ. ഓ, വല്ലാതെ തണുത്തു. തണുത്തത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. എനിക്കൊരു തോന്നൽ, എന്റെ മന്ത്രങ്ങൾ പിഴച്ചിരിക്കുകയാണോ എന്ന്. അല്ലെങ്കിൽ അന്ന് ഞാൻ കേട്ട ദേവിയുടെ ശബ്ദം പിന്നെ ഒരിക്കൽ പോലും കേട്ടില്ലല്ലോ. നീ തന്നെയല്ലേ പറഞ്ഞത് വീണ്ടും ആവക ശബ്ദമൊന്നും കേൾക്കാനാവില്ലെന്ന്? അത് ശരിയാണ്. പക്ഷേ ഇപ്പോ ഞാൻ മന്ത്രപൂർവ്വം നന്നെ ശീലിച്ചു തുടങ്ങിയതിൽ പിന്നെ ദേവി കനിയേണ്ടതാണ്. വിശേഷിച്ചും കലിക ടീച്ചർ തർജ്ജമ ചെയ്ത മന്ത്രങ്ങൾ വളരെ ഫലവത്താണ്. എവിടെയാണ് സംഗതികളാകെ കുഴഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേവിയെ നിരായുധയാക്കിയ സ്ത്രീ ആരാണെന്നാണ് എന്റെ അന്വേഷണം. എനിക്കൊരു തോന്നലിക്കാക്ക. എന്താ? ഇനി കലിക ടീച്ചറാണോ എന്റെ പിന്നിൽ? അവരൊറ്റത്തടി. അവർക്ക് എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ കാട്ടി എന്ത് നേടാനാണ്? ആ, വരട്ടെ.
എന്താ ജോസഫേ രാവിലെ തുടങ്ങിയ ഹണ്ടിങ്? ഈ പട്ടിക്കാട്ടിൽ വേറെ എന്തെങ്കിലും വിനോദം വേണ്ടേ? പോടെ പോടെ പോടെ. നിങ്ങളൊക്കെ ഇനി എത്ര ദിവസം ഇവിടെ കാണും? ഒന്നും പറയണ്ട എന്റെ പൊന്നു ടീച്ചറെ. ആ കറിയാന്ന് പറയുന്നവൻ അന്ധവിശ്വാസത്തിന്റെ ഒരു കൂടാണ്. ആ വീട്ടിൽ പ്രേതങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് അതിനെയൊക്കെ വിരട്ടി ഓടിക്കാനുള്ള മന്ത്രങ്ങൾ നടത്തുകയാണ്. ടീച്ചർ ഇത് കണ്ടോ? ഇതില്ലാതെ പുറത്തിറങ്ങിയാൽ ആരോ എന്നെ പിടിച്ചു തിന്നുവെന്നാണ് അവൻ പറയുന്നത്. ആദ്യം ഒരെണ്ണമുണ്ടായിരുന്ന എവിടെയോ പോയി, പിന്നെ ഇക്കാക്കയുടെ കയ്യിൽ നിന്ന് അഴിച്ചു വാങ്ങി കിട്ടിയത്. ജോസഫ് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ആ സമയത്ത് അമ്പലത്തിനും മറ്റും പോകരുത്. എന്ത് സൂക്ഷിക്കാനാണ് ടീച്ചർ? ടീച്ചറിന് അറിയാമോ, ബംഗാളിലും ആസാമിലും ഒക്കെ ആരും ചെന്നെത്താത്ത കാടുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തവനാണ് ഞാൻ. ആ ടീച്ചറിന്റെ വെള്ളം വന്നല്ലോ.